നമസ്കാരം. നമുക്കിന്ന് വിരുദ്ധാഹാരത്തെക്കുറിച്ച് അറിയാം. ആയുർവേദത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നതും വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുമൊക്കെ ഒരു സബ്ജക്റ്റാണ് വിരുദ്ധാഹാരം. പലരും ഇപ്പോൾ വളരെയധികം കൺസേൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റുമാണ് വിരുദ്ധാഹാരം. വിരുദ്ധാഹാരം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ഒരു ചികിത്സാശാസ്ത്രം എന്നതൊരു ജീവിത ശാസ്ത്രം കൂടിയാണ്. അതായത് ആയുർവേദം 2 ഫോൾഡാന്ന് പറയും. ഒരാൾ സ്വസ്ഥനായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിനും പ്രാധാന്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്യൂറേറ്റീവ് ആസ്പെക്റ്റിനും പ്രാധാന്യം കൊടുക്കുന്നു. മാത്രമല്ല ഇതൊരു പേഴ്സണലൈസ്ഡ് വ്യക്തിപരമായ ചികിത്സയാണ്. എല്ലാവർക്കും വരുന്ന പനിയെ ഒരുപോലെയല്ല ചികിത്സിക്കുന്നത്, ഒരുപോലെയുള്ള ഔഷധങ്ങളുമല്ല കൊടുക്കുന്നത്. ഒരു മെഡിസിൻ പൂള് കാണും നമുക്ക് ഏതൊരു ചികിത്സയ്ക്കും. അതിൽ സ്വസ്ഥവൃത്തത്തിന് ഒരാൾ സ്വസ്ഥനായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ദിനചര്യ, കാലാവസ്ഥ അനുസരിച്ച് അയാളുടെ ആഹാര രീതിയിലും അയാളുടെ ജീവിത രീതിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആയുർവേദത്തിൽ നമ്മൾ എന്തൊക്കെ ശീലിച്ചാൽ വ്യക്തിപരമായിട്ടും ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ചില കോഡ് ഓഫ് കോണ്ടാക്റ്റും ഒക്കെ പറയുന്നുണ്ട് ഒരു സ്വാസ്ഥ്യം നിലനിർത്തുന്നതിന്. അതിൻ്റെ ഭാഗത്തിൽ പറയുന്നതാണ് നമ്മുടെ ആഹാരത്തിൽ വിരുദ്ധാഹാരം എന്നൊരു കോൺസെപ്റ്റ്. ആഹാരം നമ്മൾ പറയാറുണ്ട്, നമ്മൾ വാട്ട് വി ആർ ഈറ്റ്, നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ പല രോഗങ്ങളും നമ്മുടെ ആഹാരത്തിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും വരുന്നതാണെന്ന് ഇപ്പോൾ വളരെയധികം പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം അത് വളരെ കാലം മുന്നേ തന്നെ ആയുർവേദ ആചാര്യന്മാർ വിരുദ്ധാഹാരം എന്നൊരു കോൺസെപ്റ്റ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെയും നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങളിലെയും റോങ് കോമ്പിനേഷൻസ്, തെറ്റായ രീതിയിലുള്ള കോമ്പിനേഷൻസ് നമുക്ക് രോഗകാരകമായി മാറും. അപ്പോൾ അത് വളരെ ചെറിയൊരു സമയം, വിരുദ്ധാഹാരം പറയുമ്പോഴും തന്നെ 1-2 പ്രാവശ്യം വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ റോങ് കോമ്പിനേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് രോഗകാരകമാകണം എന്നില്ല. സ്ഥിരമായി വിരുദ്ധാഹാരം അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള ശീലങ്ങൾ ശീലിക്കുന്നത് രോഗകാരകമാകാം. നമ്മൾ ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ ഇപ്പോൾ വളരെയധികം ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു പെരുമാറ്റ മാറ്റം. അതായത് നമ്മുടെ ശീലങ്ങൾ മാറ്റുക, നല്ല ശീലങ്ങളിലേക്ക് പോവുക, നല്ല ആരോഗ്യം നിലനിർത്തുക. നമുക്കുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ഒക്കെ ആയാലും നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കൂടുന്നത് കൊണ്ട്, അതായത് ക്യാൻസറിന് കാരകമായ കോശങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടും ആൻറ്റി ഓക്സിഡൻസ് കുറയുന്നത് കൊണ്ടും വരുന്നതെന്നാണ് പഠനങ്ങൾ ഇപ്പോൾ വളരെയധികം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ വിരുദ്ധാഹാരത്തിൻ്റെ കോൺസെപ്റ്റ്. അതായത് ഇൻ ലോങ് റൺ നമ്മൾ കോമ്പിനേഷൻസ് പാടില്ലാത്ത ആഹാരം ശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ആയിട്ട് വരികയും ആ ടോക്സിൻസ് പിന്നീട് രോഗകാരകമാകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആയുർവേദത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റായ വാദം, പിത്തം, കഫം, ഈ 3 ബേസിക് ഹ്യൂമേഴ്സിൻ്റെ ബാലൻസാണ് ആരോഗ്യം. നമ്മുടെ വിരുദ്ധാഹാരം സ്ഥിരമായി ശീലിക്കുന്നത് ഇവയുടെ ഇംബാലൻസിന് കാരണമാവുകയും നാനോ പാർട്ടിക്കിൾ ലെവലിൽ, അതായത് കോശങ്ങളുടെ മോളിക്കുലാർ ലെവലിൽ ഡിഫോമിറ്റി വരുത്തി അത് രോഗകാരകമാവുകയും ചെയ്യുന്നു. വിരുദ്ധാഹാരങ്ങൾക്ക് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പലതും, അതായത് ഇപ്പോൾ ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഫ്രൂട്ട് സാലഡ് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഒരു ഡിഷാണ് ഫ്രൂട്ട് സാലഡ്. അതായത് പാലിനോടും പാലുൽപ്പന്നങ്ങളോടും പുളി കൂടിയ ഫലവർഗ്ഗങ്ങൾ ചേർത്ത് കഴിക്കുന്നത് വിരുദ്ധതയുണ്ടാക്കുന്നു. അത് വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴും ഒരിക്കലും ശീലിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ സ്ഥിരം ഇത് ശീലിക്കുകയാണെങ്കിൽ അത് വിരുദ്ധാഹാരവും ഫ്രീ റാഡിക്കൽസും നമ്മുടെ ശരീരത്തിൽ കൂടുകയും രോഗകാരകമാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വളരെ ആൾക്കാർ വളരെയധികം പലപ്പോഴും നാവിൻ്റെ രുചിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതെന്ത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ബട്ടർ ചിക്കൻ എന്ന് പറയുന്ന ഒരു ഡിഷ്, ആഹാര ഐറ്റം, അതിനകത്ത് നമ്മൾ ചിക്കനെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തൈരായാലും അതുപോലെ മിൽക്ക് പ്രോഡക്റ്റ് ആയാലും ഈ നോൺ വെജിനോട് ഇത് ചേർക്കുമ്പോഴത്തേനും അതൊരു വിരുദ്ധാഹാരമാണ്. അത് കുക്ക് ചെയ്ത് വരുമ്പോൾ അത് ഉൽപ്പാദിക്കുന്ന ഫ്രീ റാഡിക്കൽസ് രോഗകാരകമാകുന്നു. അതുപോലെ തന്നെ നമ്മൾ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് ആ കാർബോഹൈഡ്രേറ്റ് റിച്ചും പ്രോട്ടീൻ റിച്ചായിട്ടുമുള്ള ആഹാരത്തിന് ശേഷം അതിനോടൊപ്പം സാലഡ്, തൈരും അതുപോലെ അതിനോട് ചേർക്കുന്ന കോമ്പിനേഷൻസും ചേർത്ത് സാലഡ് ഉപയോഗിക്കുന്നതും ഒരു വിരുദ്ധാഹാരത്തിന് ഉദാഹരണമാണ്. പയറിനോടൊപ്പം തൈര് ചേർത്ത് ആഹാരം പാകം ചെയ്ത് ഉപയോഗിക്കുന്നത് വിരുദ്ധാഹാരമാണ്. അതുപോലെ തന്നെ തൈര്, മോര് അങ്ങനെ കാച്ചി സ്ഥിരം അതിനോടൊപ്പം പുളിയുള്ള മറ്റ് ആഹാരപദാർത്ഥങ്ങൾ ചേർത്ത് കഴിക്കുന്നതും വിരുദ്ധാഹാരമാണ്. ക്യുമുലേറ്റീവ് പോയിസണിങ് എന്ന് പറയും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിച്ച് ഈ ഭക്ഷണശീലങ്ങൾ ശീലിക്കുകയാണെങ്കിൽ അത് പിന്നീട് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുകയും രോഗകാരകമാകുകയും ചെയ്യുന്നു.
അതുപോലെ ബിരുദാഹാരം എന്ന് പറയുന്നത് ആഹാരങ്ങളുടെ തമ്മിലുള്ള കോമ്പിനേഷൻസ് മാത്രമല്ല, ഒരു ആഹാരദ്രവ്യത്തിൻ്റെ ചൂടും തണുപ്പും ഒരുമിച്ച് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുന്നതും ഒക്കെ, തേനും നെയ്യും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബിരുദാഹാരമായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ തേന് ചൂടാക്കി ഉപയോഗിക്കുന്നതും ബിരുദാഹാരമാകുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഫാസ്റ്റ് ലൈഫിലും എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നാവിൻ്റെ രുചിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും റോങ് കോമ്പിനേഷൻസും അത്തരം റോങ് കോമ്പിനേഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് ക്യുമുലേറ്റീവ് ടോക്സിൻസ് ഉണ്ടാവുകയും രോഗകാരകമാവുകയും ചെയ്യുന്നു. ഇത് ചെറിയൊരു ശ്രദ്ധ ചെലുത്തിയാൽ ഇൻ ലോങ് റൺ നമുക്ക് ആരോഗ്യകരമായിരിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.